എല്ലാവർക്കും നമസ്കാരം. വിഭജികയിലേക്ക് സ്വാഗതം. അധികമൊന്നും കേട്ടിരിക്കാനും അറിവുകളിലൂടെ സഞ്ചരിക്കാനും താല്പര്യമില്ലാത്ത റീൽസുകൾ കടിമപ്പെട്ട ലോകത്തിനായി സമർപ്പിക്കുന്നു. എല്ലാവരും ഇതൊന്ന് കേൾക്കണം എന്നൊരപേക്ഷ. 1970കളിൽ ജനിച്ച തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൂടെ ഒരു എത്തിനോട്ടം. ശ്രേയസ്, പ്രേയസ്. എന്താണ് ഈ ശ്രേയസ്? സുഖം, സൗകര്യം. എന്നാൽ പ്രേയസ് എന്നത് അവനവൻ്റെ ജീവിതത്തിലുള്ള ദിശാബോധം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ഉദ്ദേശം എന്താണ്? ഈ ജീവിത ഉദ്ദേശം അതറിയണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ നിന്നും കുറച്ച് പുറകിലോട്ട് പോകണം. വെളുപ്പിന് കോഴി കൂവുന്ന അലാറം കേട്ട് ഉണർന്നിരുന്ന മനോഹരമായ കാലം. 1970കളിൽ ജനിച്ച തലമുറയും ഇന്നത്തെ തലമുറയും കാലത്തിൻ്റെ രണ്ട് മുഖങ്ങൾ. 1970ൽ ജനിച്ചവർ വളർന്നത് ഇന്ത്യയും ലോകവും വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുന്നതിനിടയിലാണ്. പരിമിതമായ സൗകര്യങ്ങളും ലളിതമായ ജീവിത രീതിയും ശക്തമായ സാമൂഹ്യ ബന്ധങ്ങളും ആ തലമുറയുടെ മുഖ്യ സവിശേഷതകളായിരുന്നു. ഇന്നത്തെ തലമുറയാകട്ടെ അതിവേഗം മുന്നേറുന്ന സാങ്കേതിക ലോകത്തിലാണ് വളരുന്നത്. ഈ രണ്ട് തലമുറകളെ താരതമ്യം ചെയ്യുമ്പോൾ സമൂഹം എത്രമാത്രം മാറിയെന്ന് വ്യക്തമായി കാണാം. ജീവിത സാഹചര്യങ്ങളും ബാല്യകാലവും നോക്കുകയാണെങ്കിൽ 70കളിൽ ജനിച്ചവരുടെ ബാല്യം പ്രകൃതിയോടും മനുഷ്യബന്ധങ്ങളോടും അടുത്തിരുന്നു. കളിസ്ഥലങ്ങൾ, വായനശാലകൾ, അയൽവാസികളുമായുള്ള സ്നേഹബന്ധങ്ങൾ ഇവയൊക്കെയായിരുന്നു അവരുടെ ലോകം. ടെലിവിഷൻ പോലും പല വീടുകളിലും അപൂർവമായിരുന്നു. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളോടൊപ്പം വളരുന്നു. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ബാല്യം മുതൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇനി വിദ്യാഭ്യാസവും അറിവും നോക്കുകയാണെങ്കിൽ മുൻ തലമുറയ്ക്ക് വിദ്യാഭ്യാസം വലിയൊരു പരിശ്രമമായിരുന്നു. പുസ്തകങ്ങളും അധ്യാപകരുമാണ് അറിവിൻ്റെ പ്രധാന ഉറവിടങ്ങൾ. ഇന്നത്തെ തലമുറയ്ക്ക് അറിവ് വിരൽത്തുമ്പിലാണ്. ഓൺലൈൻ പഠനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആഗോള അറിവ് വേദികൾ എല്ലാം അവർക്കായിട്ട് തുറന്നിരിക്കുന്നു. എന്നാൽ ആഴത്തിലുള്ള പഠനവും ക്ഷമയും ഇന്നത്തെ തലമുറയ്ക്ക് കുറവ് എന്നതാണ് സത്യം. തലമുറകളുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കാണാം. നന്ദി.